സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് DC മോട്ടോറുകളെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇങ്ങനെയാണ് ഒരു AC ജനറേറ്റർ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഒരു DC ജനറേറ്റർ വർക്ക് ചെയ്യുക, അതുപോലെ 3 ഫേസ് AC ജനറേറ്റർ, 3 ഫേസ് AC ജനറേഷൻ എങ്ങനെയാണ്, സ്റ്റാർ കണക്ഷൻ എന്താണ്, ഡെൽറ്റ കണക്ഷൻ എന്താണ്, പിന്നെ നമ്മൾ ബാറ്ററികളെ കുറിച്ച് പഠിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത് ഇലക്ട്രിക്കലിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോറുകളെ കുറിച്ചാണ്. അഥവാ നമ്മൾ ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒന്നാണ് മോട്ടോറുകൾ. മോഡേൺ ആയിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും അഥവാ സയൻറ്റിസ്റ്റൊക്കെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് ചെറിയ ഇലക്ട്രിക് പവർ കൊണ്ട് തന്നെ നല്ല കരുത്ത് കിട്ടുന്ന മോട്ടോറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് IC എൻജിൻസ്, വാഹനങ്ങളിലൊക്കെ IC എൻജിൻസ് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതും, അതുപോലെ ഡീസൽ, പെട്രോളുകൾ, ഫോസിൽ ഫ്യൂൽസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലീൻ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള എൻജിൻസ് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കാനുള്ള ശ്രമത്തിൽ എന്നല്ല, അതിൻ്റെ ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിരത്തുകളിൽ ഒരുപാട് ഇലക്ട്രിക് കാറുകൾ വന്നു തുടങ്ങി. അത് തന്നെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കൽ മോട്ടോറുകളെ കുറിച്ച് പഠിക്കുന്നത് വളരെ അവസരോചിതമാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ മോട്ടോറുകൾ ഇന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇന്ന് എല്ലാ ഓട്ടോമൊബൈൽ വാഹനങ്ങളും ഇനി ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ അതിൻ്റെ പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ പവർ കൊടുക്കുന്നത് ഇത്രയും കാലം IC എൻജിൻസ് ആണെങ്കിൽ ഇനി ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇന്ന് ഇലക്ട്രിക്കൽ മോട്ടോറുകൾ ഉപയോഗിച്ച് റൺ ചെയ്യാൻ തുടങ്ങി. അതിൽ തന്നെ നല്ല കരുത്തുള്ള ഹൈ പവർ നമ്മൾ IC എൻജിനിൽ കിട്ടുന്നത് പോലെ തന്നെ നല്ല കരുത്തുള്ള മോട്ടോറുകൾ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടോറുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യൽ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇലക്ട്രിക്കൽ മോട്ടോർ? ഇറ്റ്സ് എ മെഷീൻ വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് DC മോട്ടോറുകളാണ്. DC മോട്ടോർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ച് ഓടുന്ന ഇലക്ട്രിക്കൽ മോട്ടോറുകൾ. അപ്പോൾ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്ട് ഡയറക്റ്റ് കറണ്ട് പവർ ഇൻറ്റു മെക്കാനിക്കൽ പവർ. DC കറണ്ടിനെ മെക്കാനിക്കൽ പവറാക്കി, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജിയായിട്ട് മാറ്റുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് പവറിനെ മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്ന ഒരു മെഷീനാണ് DC മോട്ടോറുകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് കടത്തി വിടുന്ന അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാന്തങ്ങൾക്കിടയിൽ ഒരു കറണ്ട് ഉള്ള കമ്പിച്ചുരുൾ അല്ലെങ്കിൽ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആയിക്കോട്ടെ, സിമ്പിളായിട്ടുള്ളൊരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിലൊരു ഫോഴ്സ്, അതിലൊരു ബലം എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്
ഒരു മോട്ടോറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു മോട്ടോറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അതിൽ കറണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്? ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഇടത് കൈ നിവർത്തി വെക്കുകയാണ്. എങ്ങനെ? നമ്മൾ തള്ളവിരൽ, ചൂണ്ടുവിരൽ, അതുപോലെ തന്നെ നമ്മൾ മിഡിൽ ഫിംഗർ, ഈ 3 വിരലുകളും, നടുവിരലും ചൂണ്ടുവിരലും തള്ളവിരലും 90 ഡിഗ്രി ആയിട്ട്, അഥവാ ഇടത്തെ കൈയിൻ്റെ നമ്മൾ നിവർത്തി വെക്കുകയാണ്. അത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ്, 3 90 ഡിഗ്രിയുള്ള ഡയറക്ഷനിലാണ്. അങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചൂണ്ടുവിരലിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2 മാഗ്നറ്റുകൾ, 2 കാന്തം, നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ്. എപ്പോഴും നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചൂണ്ടുവിരലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ കറണ്ട്, ആ ഒരു കണ്ടക്ടർ, ഇതാണ് നമ്മൾ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അഥവാ നമ്മൾ നടുവിരലിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മേളിലോട്ട്, അല്ലെങ്കിൽ തമ്പ് നമ്മൾ തള്ളവിരലിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടത്തെ കൈയിൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും നിവർത്തി വെക്കുന്നു. അതിൽ തന്നെ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ, നടുവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനിലാണെങ്കിലും, എന്നാൽ തമ്പ് നമ്മൾ തള്ളവിരൽ ഫോഴ്സിൻ്റെ, അഥവാ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ, ബലത്തിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഫോഴ്സാണ് നമ്മളൊരു മോട്ടോറിൽ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ മോട്ടോറിൻ്റെ അകത്ത് 2 മാഗ്നറ്റുകളും ഒരു കോയിലും ഉണ്ടാവും. ആ കോയിൽ ഒന്നായിരിക്കില്ല. പ്രാക്ടിക്കൽ കേസിൽ മോട്ടോർ ആകുമ്പോൾ ഒരുപാട് കമ്പിച്ചുരുളുകൾ ഉണ്ടാവും. കാരണം എന്നാലേ പൂർണ്ണമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അതിൽ ആക്ട് ചെയ്തിട്ട് അതിൽ കൂടുതൽ ഫോഴ്സിലുള്ള റൊട്ടേഷൻ, അല്ലെങ്കിൽ റൊട്ടേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പവർ നമുക്ക് കിട്ടുള്ളൂ. പ്രിൻസിപ്പിളായിട്ട് അതിൻ്റെ സിദ്ധാന്തം അല്ലെങ്കിൽ ബേസിക് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ വെച്ച് എന്തായാലും ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് പറയും. എന്നാൽ പ്രാക്ടിക്കൽ കേസിലേക്ക് അത് വരുമ്പോൾ ഒരുപാട് കണ്ടക്ടേഴ്സുകളുടെ ഒരു കൂട്ടം തന്നെ, അഥവാ വൈൻഡിങ്സ് എന്ന് പറയുന്നത്, അഥവാ ആർമേച്ചർ വൈൻഡിങ്സ്, അത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് നമ്മൾക്ക് മെക്കാനിക്കൽ പവറായിട്ട് കിട്ടുന്നത്. ഇനി വർക്കിംഗ് ഓഫ് DC മോട്ടോർ ഇപ്പോൾ പറഞ്ഞു തന്നെ, നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുക, 2 മാഗ്നറ്റുകൾ എന്നാണ് ഇതിൽ വെച്ചിട്ടുണ്ട്. നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും, നമുക്കറിയാം. ഇനി അതിൻ്റെ ഇടയിൽ ഒരു കോയിൽ ABCD എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ നമ്മളൊരു കണക്ഷൻ, അഥവാ നമ്മളൊരു കമ്മ്യൂട്ടേറ്റർ പ്ലസ് ബ്രഷസ്, അതിലൊരു DC സോഴ്സ്, ഡയറക്റ്റ് കറണ്ട് സോഴ്സുമായി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു DC സോഴ്സ്. ഡയറക്റ്റ് കറണ്ട് സോഴ്സ് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ D to C എന്ന് പറഞ്ഞ കോയിൽ, അഥവാ ഈ ABCD എന്ന് പറഞ്ഞ കോയിലിൻ്റെ D to C എന്ന് പറഞ്ഞ ഭാഗം, ഈ ഒരു ഭാഗത്ത് D to C എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മളെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് പ്രകാരം കറക്റ്റ് ഇതാണ്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടായിരിക്കും, തമ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു കോയിലിന് ഇങ്ങോട്ട് കറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇവിടെ ഈ ഒരു കോയിലിൻ്റെ D എന്ന് പറഞ്ഞ C എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ. എന്നാൽ B to A എന്ന് പറഞ്ഞ ഭാഗത്ത് കറണ്ട് അങ്ങോട്ടാണ്. കറണ്ട് അങ്ങോട്ടാകുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു പിടിച്ച പോലെ ആവും. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുക നേരെ താഴോട്ടായിരിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി, തമ്പിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായി.
നമ്മൾ ഇടത്തെ കൈ തന്നെ നമ്മൾ എന്താണ് നമ്മൾക്ക് നേരെ തിരിച്ച് പിടിക്കുന്ന പകരം നമ്മൾ അങ്ങോട്ട് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് നമ്മൾ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ആക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്ഷൻ മാറിയിട്ടില്ല, നേരെ കറണ്ടിൻ്റെ ആക്ഷൻ നേരെ തിരിച്ചായി, നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന പോലെ. അപ്പോൾ അവിടെ എന്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുക, നേരെ താഴോട്ട് എന്താണ് തളരി താഴോട്ടാവും, അഥവാ നേരെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ താഴോട്ടാവും. അപ്പോൾ ഈ ഒരു കോയിൽ തന്നെ ഈ ഒരു ഡി എന്ന് പറഞ്ഞ സൈഡിൽ മേലോട്ടും എ ബി എന്ന് പറഞ്ഞ സൈഡിൽ താഴോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതൊരു കപ്പിൾ രൂപപ്പെട്ട് ഫോഴ്സ് കപ്പിൾ രൂപപ്പെട്ട് ഇതെന്ത് ചെയ്യും? ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കോയിലിൻ്റെ എൻഡിൽ നമ്മൾ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ അതുമായി ഷാഫ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതാണ് നമുക്ക് മെക്കാനിക്കൽ പവറായിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അഥവാ ഇവിടെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി സി എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്ത് കാണുക. അപ്പോൾ അതിൻ്റെ ഡി സി എന്ന് പറഞ്ഞ പോർഷനിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മേലോട്ടായിരിക്കും. എന്നാൽ എ ബി എന്ന് പറഞ്ഞ ഭാഗത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നേരെ താഴോട്ടായിരിക്കും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഡി സി മോട്ടോർ വർക്ക്. പ്രാക്ടിക്കൽ കേസിൽ ഈ ഒരു സിമ്പിൾ കണ്ടക്ടറിന് പകരം, ഈ ഒരൊറ്റ കോയിലിന് പകരം ഒരുപാട് കമ്പിച്ചുരുകൾ അടങ്ങിയതായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ഫോഴ്സ് കറക്റ്റായിട്ട് ആക്ട് ചെയ്യും, കറക്റ്റ് സ്മൂത്തായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മോട്ടോറിൻ്റെ ആർമേച്ചറിലേക്ക് അഥവാ അതിൻ്റെ കണ്ടക്ടറിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ മാഗ്നറ്റ് വേണം, കാന്തം വേണം. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ, അപ്പോഴേ ഈ മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ വരുന്ന സമയത്ത് ഇതിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ അത് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റുകളായിരിക്കും. കറണ്ട് കൊടുക്കുന്ന സമയത്ത് മാഗ്നറ്റ് ആവും, അതാണ് ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറയുന്നത്. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ സോളിനോയിഡ് വൈൻഡിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അഥവാ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു കമ്പിച്ചുരുൾ ചുറ്റി കഴിഞ്ഞാൽ അതിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കാന്തമായിട്ട് ആക്ട് ചെയ്യും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അത് നോർത്ത് പോളും സൗത്ത് പോളും അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ആ ഒരു മാഗ്നറ്റിനും ഒരു കറണ്ട് കൊടുക്കണം, എന്നാലേ ആ മാഗ്നറ്റ് എന്ത് ചെയ്യുള്ളൂ, ആ ഇലക്ട്രോ മാഗ്നറ്റ് എന്ത് ചെയ്യൂ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. പ്രാക്ടിക്കൽ കേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റുകളുടെ കാന്തിക ശക്തി എപ്പോഴും ഒരുപോലെ കിട്ടണമെന്നില്ല, അത്ര പവർ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും കുറവായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കുറേ കാലം ആകുമ്പോൾ അതിൻ്റെ വീക്കായി മാറും. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കൊടുക്കുന്നിടത്തോളം കാലം അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് നിലനിൽക്കും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്കും നമ്മൾ കറണ്ട് കൊടുക്കണം. ആ ഫീൽഡിലേക്ക് കറണ്ട് എങ്ങനെ കൊടുക്കുന്നു, ഫീൽഡിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നു അനുസരിച്ചാണ് നമ്മൾ ഡി സി മോട്ടോറുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഏതാണ് സെൽഫ് എക്സൈറ്റഡ് ആൻഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. എന്താണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന് അഥവാ ഫീൽഡിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തിട്ട് അതിനെ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് വേറെ ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മോട്ടോറിൻ്റെ ആർമേച്ചറിലേക്ക് അല്ലെങ്കിൽ കണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന കറണ്ട് അല്ലാതെ വേറൊരു കറണ്ട് സോഴ്സ് ഉപയോഗിച്ചിട്ട് വേറൊരു ബാറ്ററി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ട് ഫീൽഡിലേക്ക് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയും. അതാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആർമേച്ചർ വേറെ കണക്ഷനും ഫീൽഡ് വേറെ കണക്ഷനുമാണ്.
നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെയാണിത്. ആകെ വ്യത്യാസം എന്താ, ഇത് മോട്ടോറാണ്, ഡി സി ജനറേറ്റർ അല്ല, ഇത് ഡി സി മോട്ടോറാണ്. അപ്പോൾ ഇവിടെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ സെൻറ്ററിൽ എം എന്ന് കാണാം. ആ എമ്മിന് പകരം ജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്ററായി, എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോറായി. അത്ര വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ വരുന്നത്. ഡി സി ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിലും ഇതുപോലെ ഇലക്ട്രോ മാഗ്നറ്റുകളിലേക്ക് നമ്മൾ കറണ്ട് അതിപ്പോൾ ഇതിൽ നിന്ന് തന്നെ കൊടുക്കാം, അപ്പോൾ സെപ്പറേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ കൊടുക്കാം. സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആവും. അതിൽ നിന്ന് ആ ഒരു മോട്ടോറിലേക്ക് അല്ലെങ്കിൽ ആർമേച്ചറിലേക്ക് കൊടുത്ത കറണ്ടിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോൾ, മോട്ടോറിൻ്റെ കേസിലാകുമ്പോൾ ആ മോട്ടോറിൻ്റെ ആർമേച്ചറിലേക്ക് കൊടുത്ത ഒരു കറണ്ടിൻ്റെ ഒരു ഭാഗം തന്നെ ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ സെൽഫ് എക്സൈറ്റഡ് എന്ന് വിളിക്കും. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നമ്മൾ ഫീൽഡിന് വേറെ കറണ്ടും ആർമേച്ചറിന് വേറെ കറണ്ട് സോഴ്സും, രണ്ടിന് സെപ്പറേറ്റ് സോഴ്സുകൾ കൊടുക്കുക. എന്നാൽ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒരു ഭാഗം എടുത്തിട്ട് അതിലേക്ക് കൊടുക്കുക. അഥവാ നമ്മൾ ആർമേച്ചറിലേക്ക് നമ്മൾ ആൾറെഡി കറണ്ട് കൊടുക്കുന്നുണ്ട്, അഥവാ കണ്ടക്ടറിലേക്ക്, അതിൽ നിന്ന് തന്നെ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ അതുമായിട്ട് തന്നെ ആർമേച്ചറുമായിട്ട് തന്നെ ഫീൽഡ് കണക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുക എന്ന് നിങ്ങൾ ചോദിക്കും. അത് നമ്മൾ അന്ന് ഡി സി ജനറേറ്ററിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു. സ്റ്റാർട്ടിങ് കേസിൽ ഇതിൽ റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അഥവാ സ്റ്റാർട്ടിങ് സമയത്ത് ഈ മോട്ടോറിൻ്റെ ഈ ഫീൽഡിൽ ആദ്യം കൊടുത്ത് ഓഫാക്കിയ സമയത്ത് നിലനിൽക്കുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിലുണ്ടാവും. ഇനി നമ്മൾ ഫർദർ കറണ്ട് കൊടുക്കുമ്പോൾ, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആർമേച്ചറിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉടൻ തന്നെ ഫീൽഡിലേക്കും കറണ്ട് കൊടുക്കും. അപ്പോൾ ആ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അത് എന്താണ്, ഇവിടെ ആർമേച്ചർ അതിൻ്റെ കൂടെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ആർമേച്ചർ അല്ലെങ്കിൽ കണ്ടക്ടർ പ്ലേസ് ചെയ്തുകൊണ്ട് അതിൽ കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്സുമായി ഫീൽഡ് വൈൻഡിങ്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അല്ല, അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് തന്നെയാണ് ഫീൽഡ് എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആക്ട് ചെയ്യാനുള്ള ആവശ്യമായ കറണ്ട് അതിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. അത് 2-3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഷണ്ട്, സീരീസ് ആൻഡ് കോമ്പൗണ്ട്. അതിൻ്റെ കണക്ഷൻ അനുസരിച്ചാണ് അത് വരുന്നത്. ഷണ്ട് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ പാരലലാണ്. അഥവാ ഇവിടെ ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലായിട്ട് നമ്മൾ ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. പാരലൽ സീരീസൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച സമയത്ത് അറിയാം അല്ലേ. പാരലൽ കണക്ഷനിലാണ് നമുക്കറിയാം. ഇവിടെ ചിത്രം കണ്ടാൽ തന്നെ ഇവിടെ പാരലൽ കണക്ഷനാണ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് രണ്ടാമത്തെ സീരീസാണ്. സീരീസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിൻ്റെ പോസിറ്റീവ് എൻഡ് മറ്റൊന്ന് നെഗറ്റീവ് എൻഡിലാണ്. ഇവിടെ ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും എന്താണ്, സീരീസ് കണക്ഷനിലാണ്. എന്നാൽ കോമ്പൗണ്ട് വൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് വൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സീരീസും പാരലൽ രണ്ടും ഉണ്ടാകും. ഈ ഫീൽഡ് വൈൻഡിങ്സിൻ്റെ കുറച്ച് ഭാഗം സീരീസ് ആയിട്ടും കുറച്ച് ഭാഗം പാരലലായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് വൗണ്ട് ഡി സി മോട്ടോർ. അതിൽ തന്നെ ലോങ് ഷണ്ടും ഉണ്ട്, ഷോർട്ട് ഷണ്ടും ഉണ്ട്. ലോങ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർമേച്ചറും സീരീസ് വൈൻഡിങ്ങിലും ടോട്ടലായിട്ടാണ് നമ്മൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ പാരലൽ വൈൻഡിങ് വരുന്നത്. എന്നാൽ ഷോർട്ട് ഷണ്ട് ആകുമ്പോൾ അവിടെ ആർമേച്ചറിനും മാത്രമായിരിക്കും നമ്മൾ ഫീൽഡ് വൈൻഡിങ് കൊടുക്കുന്നത്, പാരലായിട്ടുള്ളത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ പിന്നെ ആർമേച്ചറിന് സീരീസ് വൈൻഡിങ് സെപ്പറേറ്റ് പോകുന്നുണ്ടാവും. ഷോർട്ട് ഷണ്ട് ആകുമ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങിന് മാത്രമായിട്ട് നമ്മൾ ഫീൽഡ് വൈൻഡിങ് പാരലായിട്ട് വരും. അതിന് പിന്നെ സീരീസ് വൈൻഡിങ് ആർമേച്ചറിന് സെപ്പറേറ്റ് ഉണ്ടാവും. ലോങ് ഷണ്ട് ആകുമ്പോൾ ആർമേച്ചറിനും സീരീസിനും കൂടി മൊത്തത്തിൽ പാരലൽ വൈൻഡിങ് ഉണ്ടാവും. ഇങ്ങനെ 2 തരത്തിൽ കൊടുക്കുക. അതിനാണ് ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്, കോമ്പൗണ്ടഡ് ഡി സി മോട്ടോറുകൾ. ഇത് എക്സാമിന് പലപ്പോഴും 5 മാർക്കിനോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരുകൾ മാത്രം 2 മാർക്കിനോ അല്ലെങ്കിൽ ഇതിന് 7 മാർക്ക് 8 മാർക്ക് കൂടുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി
അത് ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്താണ്, സെൽഫ് എക്സൈറ്റഡ് എന്താണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിൽ കുറച്ച് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതടക്കം മൊത്തത്തിൽ 9 മാർക്ക് വരെയൊക്കെ ചോദിക്കുക, 8 മാർക്ക് വരെ ചോദിക്കുക. അതല്ലെങ്കിൽ 6 മാർക്ക് 5 മാർക്കിന് ജസ്റ്റ് ഒരു ഫിഗറും അതിനെക്കുറിച്ച് എന്താണ് ആ ഫിഗറും അതിനെക്കുറിച്ച് എന്താണ് പേര് മാത്രം എഴുതുക. ഇനി അല്ലെങ്കിൽ 2 മാർക്കിന് വെറും പേര് മാത്രം, ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് DC മോട്ടോർ. ഈ DC മോട്ടോർ ഏതൊക്കെ ടൈപ്പ് DC മോട്ടോർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ഫസ്റ്റ് DC ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടോർ നമ്മൾ പറഞ്ഞു, ഇവിടെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് അല്ലേ. അത് യൂസ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ലെയ്ത്തുകളിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആവശ്യമുള്ളിടത്ത്, ഒരു മീഡിയം ടോർക്കൊക്കെ ആവശ്യമുള്ളിടത്ത്, അതുപോലെ സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, ലെയ്ത്തുകളിൽ, മെഷീൻ ടൂൾസ്, ഫാനുകളിൽ, ബ്ലോവേഴ്സ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നു. എന്നാൽ DC സീരീസ് മോട്ടോർ യൂസ് ചെയ്യുന്നത് വളരെ ഹൈ ടോർക്ക് ആപ്ലിക്കേഷൻസിലാണ്. നല്ല ടോർക്ക് ആവശ്യമുള്ളത്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ളത്. നമ്മൾ ലോക്കോമോട്ടീവ്സ്, ക്രെയിൻസ്, ഹോയിസ്റ്റ്, കൺവേയേഴ്സ് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോക്കോമോട്ടീവ്സ് പറഞ്ഞാൽ ട്രെയിനുകൾ, ഇലക്ട്രിക് ട്രെയിനുകൾ എന്നാണ്. അപ്പോൾ നല്ല ഫോഴ്സ് വേണം അല്ലേ. അതുപോലെ ക്രെയിനുകൾ, അതിലും നല്ല സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമാണ്. പൊന്തിക്കണമെങ്കിൽ ഏത് അത്രയും വെയിറ്റൊക്കെ പൊന്തിക്കണം, അവിടെ സീരീസ് മോട്ടോർ ഉപയോഗിക്കുക. ഹോയിസ്റ്റുകൾ, കൺവേഴ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. കൺവെയർ എന്നുള്ള വലിയ ഇൻഡസ്ട്രീസിലൊക്കെ വലിയ എന്താണ് കാറുകൾ, ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ എൻജിൻ പാർട്സുകൾ, എൻജിൻ മൊത്തം അല്ലെങ്കിൽ വണ്ടിൻ്റെ ബോഡി മൊത്തമായിട്ട് ഇങ്ങനെ കൺവെയർ ബെൽറ്റുകളുടെ മുകളിൽ ഇങ്ങനെ ചലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൺവേയേഴ്സ്. അതിലൊക്കെ യൂസ് ചെയ്യുന്നത് സീരീസ് മോട്ടറാണ്, കാരണം ഹൈ ടോർക്ക് ആപ്ലിക്കേഷനാണ്. എന്നാൽ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് 2 ടൈപ്പും എന്താണ് ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ടൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇൻ്റർമിറ്റൻറ്റ് ഹൈ ടോർക്ക് ലോഡ്സ്, ഏകദേശം ഒരു മീഡിയം ടോർക്ക് വരുന്നത്. നല്ല ഹൈ ടോർക്ക് മറ്റേ കോൺസ്റ്റൻറ്റ് സ്പീഡും അല്ല, എന്താണ് ഒരു അത്യാവശ്യം ടോർക്ക് ആവശ്യമുള്ളൂ, പെരും ടോർക്ക് എന്താണ് വളരെ ഹൈ ടോർക്കിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ സ്ഥലത്ത്. അതിന് എക്സാമ്പിൾ നമ്മൾ പഞ്ചിങ് പ്രസ്, എലവേറ്റേഴ്സ്. പഞ്ചിങ് പ്രസ് എന്ന് പറഞ്ഞാൽ പഞ്ച് ചെയ്യുന്ന പ്രസ്സുകൾ, നമ്മൾ എന്താണ് അതുപോലെ തന്നെ എലവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീങ്ങുന്ന കോണികൾ നിങ്ങളുണ്ടാവും അല്ലേ, ഇലക്ട്രിക് കോണികൾ. അതിൻ്റെ മേലെ നമ്മൾ ക്യാരി കൊടുത്താൽ കോണി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും, അവിടെ അത്യാവശ്യം ആൾക്കാരുടെ ലോഡൊക്കെ വരും. അതുപോലെ റോളിംഗ് മിൽസ്, നമ്മളെ മെറ്റലുകളൊക്കെ നമ്മൾ ബാറുകളൊക്കെ ഷീറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്യാനുള്ള മില്ലുകളുണ്ടാവും. അതുപോലെ പ്രിൻറ്റിങ് പ്രസ്. പഞ്ചിങ് പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റലിൽ ഹോളൊക്കെ ഇടുന്നതാണ്. അതുപോലെ എയർ കംപ്രസറുകൾ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് വൗണ്ട് DC മോട്ടറുകൾ. അപ്പോൾ DC മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ സീരീസ് മോട്ടറിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് മോട്ടറിൻ്റെ ഒക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അത് അടുത്ത സെഷനിൽ നമ്മൾ പറയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് DC മോട്ടോർ, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് DC മോട്ടോർ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് DC മോട്ടോർ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് DC മോട്ടോർ. ഓക്കെ, താങ്ക്സ്.